Friends, welcome to the 6th part of our 5th module. ഇപ്പോൾ കഴിഞ്ഞ സെഷൻ ഈ മൊഡ്യൂളിൽ കഴിഞ്ഞ 5 സെഷനിൽ നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട്, സൈക്രോമെട്രിക് പ്രോസസ്സ്, ഒരു സൈക്രോമെട്രിക് ചാർട്ടിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് മാർക്ക് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള കൂളിംഗ്, ലോഡ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഇതൊക്കെ നമ്മൾ കാണാൻ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ചെയ്തു. സൈക്രോമെട്രിക് പ്രോസസ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കൂളിംഗ്, സെൻസിബിൾ കൂളിംഗ്, സെൻസിബിൾ ഹീറ്റിംഗ്, കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. പിന്നെ ഫൈനലായിട്ട് നമ്മൾ അഡിയബാറ്റിക് മിക്സിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസിൽ നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എങ്ങനെയാണ് ഡിസൈനിങ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഡിസൈനിങ് ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം അതിലേക്കാണ് കടക്കുന്നത്. അതിന് മുന്നേ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. കംഫർട്ട് എയർ കണ്ടീഷനിങ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് ഉണ്ട്. അപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ കംഫർട്ട് എയർ കണ്ടീഷനിങ് ഉണ്ട്, ഇൻഡസ്ട്രിയലും ഉണ്ട്. അപ്പോൾ കംഫർട്ട് എയർ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഹ്യൂമൻ കംഫർട്ടിന് വേണ്ടിയിട്ട് എയറിനെ കണ്ടീഷൻ ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ ഹ്യൂമൻ കംഫർട്ടിനേക്കാൾ ഉപരി അവിടെ വർക്ക് ചെയ്യുന്ന മെഷീൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സിനൊക്കെ ഒരു സർട്ടൺ സെറ്റ് ഓഫ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ സർട്ടൺ ലെവൽ ഓഫ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിക്വയർഡ് ആയിരിക്കും. അപ്പോൾ ആ ലെവലിൽ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലെവലിൽ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ കണ്ടീഷൻ ചെയ്യുന്നതിനാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷൻ. കംഫർട്ട് വെച്ചാൽ മെയിൻലി ഹ്യൂമൻ കംഫർട്ട് വേണ്ട ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും. ഓക്കെ. അപ്പോൾ ഈ കംഫർട്ട് കണ്ടീഷനിൽ പിന്നെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കംഫർട്ട് എയർ കണ്ടീഷനിൽ? കംഫർട്ട് എയർ കണ്ടീഷനിങ്ങിൽ മെയിനായിട്ട് ഒന്ന് ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ഓഫ് എയറിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ലെവൽ 24 ഡിഗ്രി സെൽഷ്യസ് 25 ഡിഗ്രി സെൽഷ്യസ് അതൊക്കെയാണ് ഹ്യൂമൻ കംഫർട്ട് ലെവലിൽ ഒരു ടെമ്പറേച്ചർ. സെക്കൻഡ് ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബ്ലി 50% 60% ആ ലെവലിലാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹ്യൂമൻ കംഫർട്ടിന് പറ്റിയൊരു റേഞ്ച്. മൂന്നാമത്തത് എയറിൻ്റെ പ്യൂരിറ്റി. എയറിൽ എന്തെങ്കിലും ഡസ്റ്റോ കണ്ടാമിനൻസോ അല്ലെങ്കിൽ ബാക്ടീരിയാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫിൽട്രേഷൻ ആൻഡ് ക്ലീനിങ് അത്യാവശ്യമാണ്. അപ്പോൾ പ്യൂരിറ്റി ഓഫ് എയർ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഫോർത്ത് എന്ന് വെച്ചാൽ മോഷൻ ഓഫ് എയർ. നമ്മൾ എയർ കണ്ടീഷൻ സിസ്റ്റംസിൽ നിന്ന് നമ്മൾ കൂൾഡായിട്ടുള്ള എയർ അല്ലെങ്കിൽ കൂൾഡ് ഓർ ഡീഹ്യൂമിഡിഫൈഡ് എയർ, ഇൻ കേസ് ഓഫ് സമ്മർ എയർ കണ്ടീഷനിങ്, വിൻ്റർ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ ഹീറ്റഡ് ആൻഡ് ഹ്യൂമിഡിഫൈഡ് എയർ ആയിരിക്കും. ഈ എയർ ജസ്റ്റ് ഇങ്ങനെ സപ്ലൈ ചെയ്താൽ പോരാ, കറക്റ്റ് റൂമിൻ്റെ ഉള്ളിലെല്ലാം കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ മോഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാൻസോ വേറെ സിസ്റ്റംസ്, ബ്ലോവേഴ്സ്, ഇതൊക്കെ നമ്മൾ ഈ എയർ കണ്ടീഷൻ സിസ്റ്റംസിന് വെച്ച് അറ്റാച്ച് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ത്രൂ ഔട്ട് ദ സ്പേസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഹ്യൂമൻ കംഫർട്ട്, ഇപ്പോൾ ഒരു റൂമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂമുണ്ട്, ഇവിടെയാണ് AC വെച്ചിട്ട് ഇവിടെ എയർ സപ്ലൈ ചെയ്തുകൊണ്ട്, അപ്പോൾ ആ എയർ ഇവിടെ എത്തിയിട്ടെങ്കിൽ, ഈ അടുത്ത കോർണറിലേക്ക് എത്തിയിട്ടെങ്കിൽ ഈ എയർ കണ്ടീഷൻ കൊണ്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ പ്രോപ്പർ മോഷൻ വേണം. അപ്പോൾ അതനുസരിച്ച് വേണം അതിൻ്റെ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് കംഫർട്ട് എയർ കണ്ടീഷനിങ്. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ് ഈ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം നോക്കുക. സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ എന്താണ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതായത് എയറിൻ്റെ ഔട്ട്സൈഡ് എയറിനെ കൂൾ ചെയ്ത് മോയ്സ്ചർ കുറച്ചിട്ട് നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതാണ് നമ്മൾ സാധാരണ സമ്മർ സീസണിൽ ചെയ്യാറ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുക, ഔട്ട്സൈഡ് എയർ ഒരു ഡാമ്പറിൽ കൂടെ ഡാമ്പർ എന്തിനാണ്? വോളിയം കൺട്രോൾ ചെയ്യാനാണ്, എയറിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനാണ്. പിന്നെ ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടാമിനൻസ്, ഡസ്റ്റ്, ബാക്ടീരിയാസ് ഇതൊക്കെ
ഫിൽറ്റർ ചെയ്ത് കളയേണ്ടി വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൂളിംഗ് കോയിൽ ഉണ്ടാവും. കൂളിംഗ് കോയിൽ, ഈ കൂളിംഗ് കോയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കൂളിംഗ് കോയിൽ പാസ് ചെയ്യുമ്പോൾ ആ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ അഡിയബാറ്റിക് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിനെക്കാട്ടി കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂളിംഗ് നടക്കും. പിന്നെന്താ നടക്കും, ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കും. അപ്പോൾ ഡീഹ്യൂമിഡിഫൈ ചെയ്താൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇവിടെ ഫോം ചെയ്യും. അത് ഇവിടെ കളക്ട് ചെയ്യുന്നതാണ് ഇവിടെ സമ്പ് എന്നുള്ള ഒരു സമ്പിലേക്ക് ആ ഡീഹ്യൂമിഡിഫൈ ചെയ്ത് വാട്ടർ വേപ്പർ റിമൂവ് ആയിട്ട് ലിക്വിഡ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സമ്പിൽ കളക്ട് ചെയ്യും. പിന്നെ ഒരു ഹീറ്റിംഗ് കോയിലും കൂടെ വെക്കും. കാരണം ചില കേസിൽ കൂളിങ് അഡിയബാറ്റിക് ഡ്യൂ പോയിൻറ്റിനെക്കാട്ടും കുറവ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ കൂളിംഗ് സംഭവിച്ചേക്കാം. കാരണം നമുക്ക് രണ്ടും വേണമല്ലോ, കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും വേണമെങ്കിൽ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനെക്കാട്ടി കുറവിലാണ് കൂളിംഗ് കോയിൽ സെറ്റ് ചെയ്യേണ്ടത്. ലെസ് ദാൻ ഡ്യൂ പോയിൻ്റ് ഡ്യൂ പോയിൻ്റ് വളരെ കുറവാണെങ്കിൽ ചിലപ്പോൾ റിക്വയർഡ് കൂളിങ്ങിനെക്കാട്ടിയും കൂടുതൽ, അല്ലെങ്കിൽ റിക്വയർഡ് ടെമ്പറേച്ചർ ലെവലിനെക്കാട്ടിയും കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് ചിലപ്പോൾ എയർ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത്ര ടെമ്പറേച്ചർ കുറക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കൂട്ടണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ഹീറ്റിംഗ് കോയിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ടെമ്പറേച്ചറിലേക്ക് പിന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യുക. പിന്നെ അതൊരു ഫാൻ, ആ കണ്ടീഷൻ നമുക്ക് ഏത് സ്പേസാണോ കണ്ടീഷൻ, ഏത് റൂമിലേക്കാണ് സപ്ലൈ ചെയ്യേണ്ടത് ആ സ്പേസിലേക്ക് ഫാൻ ഈ എയറിനെ സപ്ലൈ ചെയ്യും. ഈ എയർ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ റൂമിലുള്ള ഹീറ്റ് മൊത്തം അവിടെ ചിലപ്പോൾ ഹ്യൂമൻസ് ഉണ്ടാവും, മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ആ ഹീറ്റൊക്കെ ഈ എയർ വലിച്ചെടുക്കും. എന്നിട്ട് അവർക്ക് കൂളിംഗ് കൊടുക്കും അല്ലേ. അവർക്ക് കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, അവർ പുറന്തള്ളുന്ന ഹീറ്റ് ഈ കണ്ടീഷൻഡ് എയർ അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന എയർ വീണ്ടും ഈ ഔട്ട്സൈഡ് എയറിൻ്റെ ഒന്നിച്ച് ചില കേസിൽ മിക്സ് ആയേക്കാം. കാരണം മിക്സിങ് ചെയ്താൽ നമുക്ക് ഈ കൂളിംഗ് ലോഡ് കുറക്കാൻ പറ്റും. കാരണം ഓൾറെഡി ഇത് കുറച്ച് ചെറിയ ടെമ്പറേച്ചറിൽ ഇത് കണ്ടീഷൻഡ് എയറാണ്. ഇതിലെ വരുന്ന എയർ കണ്ടീഷൻഡ് എയറാണ്. ഓൾറെഡി കുറച്ച് ടെമ്പറേച്ചർ കുറവായിരിക്കും. പക്ഷേ പുറത്തുനിന്ന് എയർ കുറച്ചും കൂടെ ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവും. ഹയർ ടെമ്പറേച്ചറും ഈ ലോവർ ടെമ്പറേച്ചറും കൂടി മിക്സ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചറിലെത്തും. ഈ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ നമുക്ക് കൂൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് ലോഡ് കുറക്കാൻ പറ്റും. ഇവിടുന്ന് ഡയറക്റ്റ് എടുത്ത് കൂൾ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ച് കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും ഇത് മിക്സ് ചെയ്തിട്ടായിട്ട് നമുക്ക് കിട്ടുന്ന കുറഞ്ഞ ടെമ്പറേച്ചറിനെ കൂൾ ചെയ്യിക്കാനുള്ള എളുപ്പം. സപ്പോസ് ഇവിടുന്ന് വരുന്നത് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, ഇവിടുന്ന് വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിന് ഈ കൂളിംഗ് കോയിൽ വെച്ചിട്ട് കൂൾ ചെയ്യാൻ കൂടുതൽ ലോഡ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ. 40-30 മിക്സ് ആയാലും 35 ഡിഗ്രി സെൽഷ്യസിലുള്ള മിക്സ്ഡ് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കോയിലിൻ്റെ ലോഡ് കുറച്ചും കൂടെ കുറക്കാൻ പറ്റും. അതുകൊണ്ടാണ് മിക്സിങ് നടത്തുന്നത്. ഓക്കെ, ഇതാണ് ഒരു സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനാണ്. പിന്നെ വിൻ്റർ എയർ കണ്ടീഷനിങ് ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഹീറ്റിംഗ് അല്ലേ വേണ്ടത്. ഹീറ്റിംഗ് ആൻഡ് ചിലപ്പോൾ കൂടുതലും ഹ്യൂമിഡിഫിക്കേഷനാണ് വേണ്ടത്. ഹ്യൂമിഡിറ്റി കൂട്ടേണ്ടി വരും. ഹ്യൂമിഡിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് എയർ സിസ്റ്റത്തിലേക്ക് എടുത്തു, ഡാമ്പർ വഴി. പിന്നെ ഒരു ഫിൽറ്റർ ഉണ്ട് സെയിം. പക്ഷേ ആദ്യം ഒരു പ്രീ ഹീറ്റർ ഉണ്ട്. നമുക്ക് ഹീറ്റിംഗ് ആയതുകൊണ്ട് ഹീറ്റിംഗ് കോയിൽ നമുക്ക് ചിലപ്പോൾ റീഹീറ്റും ഉണ്ടാവും, പ്രീ ഹീറ്റും ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു പ്രീ ഹീറ്റർ ഉണ്ടാവും. പ്രീ ഹീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഹ്യൂമിഡിഫയർ ഉണ്ടാവും. ഹ്യൂമിഡിഫയർ ബേസിക്കലി ഇറ്റ് ക്യാൻ ബി എ സ്പ്രേ, വാട്ടർ സ്പ്രേ ഓർ സ്റ്റീം സ്പ്രേ. ഒന്നുകിൽ സ്റ്റീം സ്പ്രേ ചെയ്യും ആ എയറിലേക്ക്, അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്യും. അത് നിങ്ങൾ അസൈൻമെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും, നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഹ്യൂമിഡിഫൈ ചെയ്യുന്നതിൽ. അതിന് ചിലപ്പോൾ ഹ്യൂമിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാട്ടർ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കുറയും. നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയല്ലേ വേണ്ടത്, വിൻ്ററിൽ ടെമ്പറേച്ചർ കൂട്ടുകയല്ലേ വേണ്ടത്. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്ന വാട്ടർ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ കുറയും. പക്ഷേ ആ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ആ ടെമ്പറേച്ചർ കൂട്ടാനാണ് റീഹീറ്റ് കോയിൽ. റീഹീറ്റ് ചെയ്ത കോയിലിലൂടെ എയർ ഫാൻ വഴി കണ്ടീഷൻ സ്പേസ് എന്ന് വെച്ചാൽ സ്പേസ് വിൻ്ററിലല്ലേ, വിൻ്ററിലാകുമ്പോൾ ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഈ എയർ ഹീറ്റ് ഈ സ്പേസിലേക്ക് റിജക്റ്റ് ചെയ്യും, എയർ അബ്സോർബ് ചെയ്യുന്നില്ല. സമ്മറിലാണെങ്കിൽ എയർ ഹീറ്റ് അബ്സോർബ് ചെയ്യും, വിൻ്ററിലാണെങ്കിൽ നമ്മൾ കണ്ടീഷൻഡ് എയർ ഹീറ്റ് സ്പേസിലേക്ക് റിജക്റ്റ് ചെയ്യും. ഓക്കെ, റിജക്റ്റ് ചെയ്ത എയർ പിന്നെ വീണ്ടും
ഇതിൻ്റെ ഒന്നിച്ച് മിക്സ് ആവും, റീസർക്കുലേറ്റ് ചെയ്യും. കാരണം നമുക്ക് കോയിലിൻ്റെ ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് വിൻ്റർ എയർ കണ്ടീഷനിങ്. ഇനി ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഏത് സീസണിൽ ഉപയോഗിക്കാൻ പറ്റിയ എയർ കണ്ടീഷൻ, അതായത് സമ്മറിലും വിൻ്ററിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു കൂളിംഗ് കോയിലും ഒരു ഹീറ്റിംഗ് കോയിലും രണ്ടും ഒന്നിച്ച് വെച്ചാൽ പോരെ. നമുക്ക് ഔട്ട് സൈഡ് എയർ വരുന്ന ഫിൽറ്ററിൽ കൂടെ, പക്ഷേ ഇവിടെ ഒരു കൂളിംഗ് കോയിലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഹീറ്റിംഗ് കോയിലുമുണ്ട്, പിന്നെ ഒരു ഹ്യൂമിഡിഫയറും ഉണ്ട്. ഓക്കെ, കൂളിംഗ് കോയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനെ കാട്ടി കുറവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ട് കൂളിംഗും ഡീഹ്യൂമിഡിഫിക്കേഷൻ ഒന്നുമാണ്. അപ്പോൾ ഇത് പിന്നെ സമ്മറിലാണെങ്കിൽ കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യും, ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും ഇറ്റ് വോണ്ട് ബി ആക്ടിവേറ്റഡ് ഇൻ സമ്മർ കണ്ടീഷൻ. വിൻ്റർ കണ്ടീഷനിലാണെങ്കിൽ കൂളിംഗ് കോയിൽ വർക്ക് ചെയ്യില്ല, അത് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും, ഹ്യൂമിഡിഫയറും ഹീറ്റിംഗ് കോയിലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ കണ്ടീഷൻ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ എമൗണ്ട് ഓഫ് എയർ സപ്ലൈഡ് ടു എൻ എയർ കണ്ടീഷനിങ് ഹാൾ ഈസ് 300 m3/min. അപ്പോൾ വോളിയം ഫ്ലോ റേറ്റ് ഫസ്റ്റ് സപ്ലൈഡ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ വോളിയം V1 = 300 m3/min എന്ന് തന്നിട്ടുണ്ട്. The atmospheric conditions are 35 degrees Celsius, dBT at 55 degrees percentage RH. Required conditions are 20 degrees Celsius, dBT and 60% RH. ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ദ സെർച്ചബിൾ ഹീറ്റ് ആൻഡ് ലാറ്റൻറ്റ് ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ എയർ പെർ മിനിറ്റ്. അപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസ് dBTയും 55% RH ഉള്ള ഒരു എയറിനെ നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസ് dBTയിലേക്കും 60% RH മാറ്റണം. അതായത് ഹീറ്റ് ഇവിടെ എന്താണ്, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റും സെക്കൻഡ് സ്റ്റേറ്റും ഡയറക്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ TD1 35 ഡിഗ്രി സെൽഷ്യസ്, Φ1 50%. അതേപോലെ TD2 തന്നിട്ടുണ്ട് 20 ഡിഗ്രി സെൽഷ്യസ്, Φ2 60%. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻസിബിൾ ഹീറ്റ് ലാറ്റൻറ്റ് ഹീറ്റ് റിമൂവ് ഫ്രം ദ എയർ പെർ മിനിറ്റ് ആണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇത് ഫസ്റ്റ് സൈക്രോമെട്രിക് ചാർട്ട് എടുക്കുക, 2 പോയിൻറ്റ് 1ഉം 2ഉം മാർക്ക് ചെയ്യുക. 1 എന്ന് വെച്ചാൽ 35 ഡിഗ്രി സെൽഷ്യസും 55% RH ഫസ്റ്റ് ഇവിടെ ഇതാണ് പോയിൻറ്റ് 1. പോയിൻറ്റ് 2 എന്ന് വെച്ചാൽ 60% RH-ഉം 20യും 60 എന്ന് വെച്ചാൽ ഇത്. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഇത് ജോയിൻ ചെയ്യാം. ഇത് 1 to 2 ആണ് ഡയറക്ഷൻ. കൂളായിട്ട് എന്ത് കാണാം, നമുക്ക് എന്താ കാണേണ്ടത്, ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ എയർ പെർ മിനിറ്റ് ആണ്. ഹീറ്റ് റിമൂവ്ഡ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിലൂടെ പാസ് ചെയ്യുന്ന H1ഉം ഇതിലൂടെ പാസ് ചെയ്യുന്ന H2യുടെ വാല്യൂ നോക്കാം. അപ്പോൾ H1 കിട്ടുന്നത് വെച്ചാൽ ആക്ച്വൽ വാല്യൂ 85.8 kJ/kg ഓഫ് ഡ്രൈ എയർ എന്നാണ്. H2 എന്നുള്ളത് 42.2 വരുന്നുണ്ട്, 42.2 kJ/kg ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഹീറ്റ് റിമൂവ്ഡ് നമുക്ക് സെൻസിബിൾ ഹീറ്റും ലാറ്റൻറ്റ് ഹീറ്റും വേറെ കാണാമല്ലേ. സെൻസിബിൾ ഹീറ്റ് കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും വെച്ചിട്ട്, ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ച് ഇത് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റ് 3 ആയിട്ട് എടുക്കാം. അപ്പോൾ H1 - H3 ആയിരിക്കും ഇത് ലാറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും. H3 - H2 സെൻസിബിൾ ഹീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ H3യുടെ വാല്യൂ കാണാം. H3 57.4 വരിക, kJ/kg ഓഫ് ഡ്രൈ എയർ. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് SH എന്ന് വെച്ചാൽ ശരിക്കും പെർ കിലോഗ്രാം ആണെങ്കിൽ H3 - H2 വരും.
ലാറ്റൻറ്റ് ഹീറ്റ് ആണെങ്കിൽ H1 - H3 വരും. പക്ഷേ നമുക്ക് ഇൻറ്റു മാസ് ഓഫ് എയർ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് പെർ മിനിറ്റ് കിട്ടും. അപ്പോൾ മാസ് ഓഫ് എയർ കാണണമെങ്കിൽ MA കാണണമെങ്കിൽ ചെയ്താൽ മതി. MA കാണണമെങ്കിൽ ഈ 1 പാസ് ചെയ്യുന്ന ഇൻലെറ്റ് വോളിയം തന്നിട്ടുണ്ട്. വോളിയം തന്നാൽ വോളിയം ബൈ സ്പെസിഫിക് വോളിയം ചെയ്താൽ @1 ചെയ്താൽ മാസ് ഓഫ് എയർ കിട്ടും അല്ലേ. കാരണം മാസ് ഓഫ് എയറിൻ്റെ സ്പെസിഫിക് വോളിയം ആയിരിക്കും ആക്ച്വൽ വോളിയം. സ്പെസിഫിക് വോളിയം നിങ്ങൾക്ക് ഇവിടുന്ന് 1ൻ്റെ സ്പെസിഫിക് വോളിയം നിങ്ങൾക്ക് ഈ പോയിന്റിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ ലൈൻ നോക്കിയാൽ മതി. ഗ്രീനിലാണ് സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈൻ. നിങ്ങൾ ആക്ച്വൽ ചാർട്ടിൽ നിന്ന് V1 എടുത്താൽ ഇത് 300 ആയിരിക്കും. 300/0.9 വരും. 0.9 ചെയ്ത് കഴിഞ്ഞാൽ 333.3. ഇത് 300 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ബൈ 0.9 എന്താണ് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത്? മീറ്റർ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ 333 യൂണിറ്റ് എന്തായിരിക്കും? 333 കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ പെർ മിനിറ്റാണ്. മാസ് ശരിക്കും MA എന്ന് വെച്ചാൽ m.A ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇത് m.A ആയിരിക്കും. അപ്പോൾ SHൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് വരും. ഇതും കിലോ ജൂൾ പെർ മിനിറ്റ് വരും, കാരണം ഇത് m.ആണ്. അപ്പോൾ MA അറിയാം, H3 അറിയാം, H2 അറിയാം. MA അറിയാം, H1 അറിയാം, H3 അറിയാം. അപ്പോൾ SH നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ SHൻ്റെ വാല്യൂ 5066.2 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് കിട്ടും. സിമിലർലി LH എന്ന് വെച്ചാൽ 9465.7 കിലോ ജൂൾ പെർ മിനിറ്റ് കിട്ടും. വേറെ എന്തെങ്കിലും കാണാൻ പറഞ്ഞു? ഇപ്പോൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ SHF എന്ന് വെച്ചാൽ SH/SH + LH. ഇതിൻ്റെ വാല്യൂ 0.348 കിട്ടും. കാരണം SH അറിയാം, SH LH എല്ലാം അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 0.348. ഓക്കെ. വേറൊരു പ്രോബ്ലം നോക്കാം. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഇൻ ആൻ എയർ കണ്ടീഷനിങ് പ്ലാന്റ് supplies a total of 4500 meter cube per minute of dry air. ഇതൊന്നുണ്ട്. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൽ എയർ കണ്ടീഷനിങ് പ്ലാന്റ് സപ്ലൈസ് എ ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട് ഓഫ് ഡ്രൈ എയർ വിച്ച് കംപ്രൈസസ് ബൈ മാസ് 20%. സപ്ലൈ ചെയ്യുന്ന എയറിൽ 20% ഫ്രഷ് എയറും ബാക്കി 80% റീസർക്കുലേറ്റഡ് എയറുമാണ്. അപ്പോൾ നിങ്ങൾ റീസർക്കുലേറ്റഡ് എയറും ഫ്രഷ് എയറും മിക്സ് ചെയ്തിട്ടുള്ള ആ ഡയഗ്രാമിൽ കണ്ടതാണ്. അപ്പോൾ സംഭവം അറിയാം. അപ്പോൾ ഫ്രഷ് എയറിൻ്റെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 40°C GBTയും 27°C WBTയും ആണ്. റീസർക്കുലേറ്റഡ് എയറിൻ്റെത് എന്ന് വെച്ചാൽ 25°C DBTയും 50% RH ഉണ്ട്. ഓക്കെ. ദ എയർ ലീവ്സ് ദ കൂളിംഗ് കോയിൽ അറ്റ് 13°C സാച്ചുറേറ്റഡ്. അപ്പോൾ 100% RH ആണ്. കൂളിംഗ് കോയിൽ എന്ന് വെച്ചാൽ കൂളിംഗ് കോയിൽ 13°C സാച്ചുറേറ്റഡ് വെച്ചാൽ എന്താ? അതിൻ്റെ ADP ആണ് 13°C. കോയിലിൻ്റെ ADP അപ്പാരച്ചസ് ഡ്യൂ പോയിൻ്റ് 13°C ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ടോട്ടൽ കൂളിംഗ് ലോഡ് ആൻഡ് റൂം ഹീറ്റ് ഗെയിൻ. അപ്പോൾ ഈ റൂം ഹീറ്റ് ഗെയിനും ടോട്ടൽ ലോഡും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിപ്പോൾ നമുക്കൊരു ടാബുലർ ഫോമിൽ തന്നെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് എടുക്കാണ്ട് ഡയറക്റ്റ് വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. 40°C 27°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി W എന്നുള്ളത് 17.2 ആണ്. എൻതാൽപ്പി 85 ആണ്. ഇതിന് രണ്ടിനും 25 50 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എൻതാൽപ്പി തന്നിട്ടുണ്ട്. ADP 100% ആണ്. കാരണം ADP എപ്പോഴും സാച്ചുറേറ്റഡ് കർവിലായി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയും എൻതാൽപ്പി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? കൂളിംഗ് ലോഡ്, ടോട്ടൽ കൂളിംഗ് ലോഡ് കാണും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സൈക്രോമെട്രിക് ചാർട്ടിൽ വരച്ച് നോക്കാം. ഓക്കെ. ഈ ചാർട്ടിൽ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ ആക്ച്വലി ഇത്
നമ്മുടെ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം ഒന്ന് എടുത്തോ. ഇതാണ് സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം. ഈ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ ഔട്ട്സൈഡ് എയർ 20%, റീസർക്കുലേറ്റഡ് എയർ 80% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഔട്ട്സൈഡ് എയറിൻ്റെ കണ്ടീഷൻ, ഈ എയർ എന്ന് വെച്ചാൽ ഇത് 40 ഡിഗ്രി സെൽഷ്യസും 27 ഡിഗ്രി സെൽഷ്യസ് WBT, 40 ഡിഗ്രി സെൽഷ്യസ് TBT തന്നിട്ടുണ്ട്. റീസർക്കുലേറ്റഡ് എയർ എന്ന് വെച്ചാൽ 25 ഡിഗ്രി സെൽഷ്യസ് TBT, 50% RH ആണ്. ഈ കൂളിംഗ് കോയിൽ എന്ന് വെച്ചാൽ ADP 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് 20%, പ്രഷർ 20%, റീസർക്കുലേറ്റഡ് എയർ 80% ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മിക്സിങ് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് മിക്സ് ആവുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ടോട്ടൽ കൂളിംഗ് ലോഡ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന എയറും പുറത്തുനിന്ന് സമ്മറല്ലേ, പുറത്തുനിന്ന് വരുന്ന എയർ നല്ല ഹൈ ടെമ്പറേച്ചർ ഫ്രഷ് എയർ, റീസർക്കുലേറ്റഡ് എയർ ഇവിടുന്ന് ഹീറ്റ്, ഈ സ്പേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഹീറ്റ് നമുക്ക് ഈ കൂളിംഗ് കോയിൽ വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത്. ആ രണ്ട് ഹീറ്റ് നമ്മൾ കൂളിംഗ് കോയിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യണം. ഏത് ഹീറ്റ്? ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഔട്ട്സൈഡ് എയർ ഫ്രഷ് എയറിൻ്റെ ഹീറ്റും റൂം ഹീറ്റ് ഗെയിനും. അപ്പോൾ ടോട്ടൽ കൂളിംഗ് ലോഡ് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഇതിൻ്റെ ഒരു ടോട്ടൽ ഹീറ്റും ഇതിൻ്റെ ഒരു അതായത് ഇവിടുന്ന് അബ്സോർബ് ചെയ്ത ടോട്ടൽ ഹീറ്റും സം ചെയ്താലാണ് കോയിലിൻ്റെ കൂളിംഗ് ലോഡ് കിട്ടുക. റൂം ഹീറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ ഈ റൂമിലുള്ള എക്യുപ്മെൻസും ഹ്യൂമൻസും റിജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റൂമിൽ അബ്സോർബ് ചെയ്യേണ്ട ഹീറ്റ്, റൂമിൽ നിന്ന് അബ്സോർബ് ചെയ്യേണ്ട ഹീറ്റ്, അതാണ് റൂം ഹീറ്റ് ഗെയിൻ. അത് ടോട്ടൽ കൂളിംഗ് ലോഡിൻ്റെ ഒരു പാർട്ടേ ആവുന്നുള്ളൂ. മറ്റേ പാർട്ട് എന്താണ്? ഫ്രഷ് എയർ. ഓക്കെ, ഫ്രഷ് എയറിൻ്റെ ഹീറ്റാണ്. അപ്പോൾ ആ ഐഡിയ മനസ്സിലാക്കുക. ഇനി നമുക്ക് പിന്നെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഔട്ട്സൈഡ് എയർ, ഓക്കെ, ഔട്ട്സൈഡ് എയർ 1 കേട്ടോ. റീസർക്കുലേറ്റഡ് എയർ ഇവിടുന്ന് വരുന്ന എയർ 2 കേട്ടോ. ഇത് മിക്സ് ആയിട്ടുള്ളത് 3 കേട്ടോ. അപ്പോൾ കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്നത് 3 ആണ്. കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്ന പോയിൻറ്റ് 3 ആണ്. കോയിലിൻ്റെ ADP 4 ആയിട്ടുണ്ട്. ADP ടെമ്പറേച്ചർ കോയിൽ 4 എഴുതുക. കോയിലൊക്കെ എൻ്റർ ചെയ്യുന്ന 3, കോയിൽ 4. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത് എവിടത്തേക്കാ 4 കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ 2 ആയിരിക്കണം. അതാണ് ഈ സ്പേസ് 2 ആണ് സെക്കൻഡ് ടെമ്പറേച്ചർ. അതാണ് നമ്മൾ ഇൻസൈഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 25 ഡിഗ്രി സെൽഷ്യസ് 50% RH. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് ഇവിടെ സൈക്രോമെട്രിക് ചാർട്ടിൽ നിന്ന് കാണിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് എയർ അല്ലെങ്കിൽ ഫ്രഷ് എയർ എന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ്. 40 27 DB. ഇത് WBT ലൈൻ 27 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സംവർ ഹിയർ. ഓക്കെ, ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ 25 50 ഇവിടെ അടുത്ത് 25 50. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇതിനത് മിക്സ് ആവുന്നു. നിങ്ങൾ അഡിയബാറ്റിക് മിക്സിങ് പഠിച്ചിട്ടുണ്ട്. ഈ 1 and 2യുടെയും ഇടയിലെ ഒരു പോയിന്റ് ആയിരിക്കും 3 അല്ലേ? ആ 3 എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക? How 3 can be located? Condition of air entering the cooling coil is marked on this line segment 1 to 2 അല്ലേ? പക്ഷേ സ്പെസിഫിക് വോളിയം ഓഫ് എയർ എൻറ്ററിങ് ദ കൂളിംഗ് കോയിൽ ഈസ് തന്നിട്ടുണ്ട്. ഇതാ സ്പെസിഫിക് വോളിയം ഓഫ് എയർ എൻറ്ററിങ് ദ കൂളിംഗ് കോയിൽ ഈസ് 0.869 m3. അപ്പോൾ എയർ എൻ്റർ ചെയ്യുന്ന 3 എന്നുള്ള സ്റ്റേറ്റിലാണ്. 3 കൂടെ പാസ് ചെയ്യണം. ഈ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന 0.869 m3. ഇത് 0.9 ആണ്, ഇത് 0.85, ഇത് 0.87, 0.86 വെച്ചാൽ സംവർ ഹിയർ, അല്ലെങ്കിൽ 0.87 ഓൾമോസ്റ്റ് 0.87 തന്നെ എടുത്തു. ഈ പോയിൻ്റ് ആയിരിക്കും ഇത് 3. കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന
സ്പെസിഫിക് കൂളിംഗ് ലൈനിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 0.869 ആയിരിക്കണം. അപ്പോൾ ഇതാണ് 3യും കിട്ടി. ഓക്കെ, 3യും കിട്ടി. അപ്പോൾ കൂളിംഗ് കോയിലൊക്കെ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റ് 3, സപ്ലൈ കൂളിംഗ് കോയിൽ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റ് 3. പിന്നെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 4 ADP, അത് എത്രയാണ്? 13 13 വെച്ചാൽ 15. ഓക്കെ, സംവർ ഹിയർ. അപ്പോൾ ഇതാണ് 4 അല്ലെങ്കിൽ ADP എന്നില്ലേ, 4 ഓർ ADP എന്നിട്ട്. ഇനി നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അതായത് കൂളിംഗ് കോയിലൊക്കെ എൻ്റർ ചെയ്യുന്ന പോയിൻറ്റും കൂളിംഗ് കോയിലിൻ്റെ പോയിൻറ്റും, ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, അത് രണ്ടുമാണ് ജോയിൻ ചെയ്യേണ്ടത്. 3 to 4 ജോയിൻ ചെയ്യാം. ഇത് 4 എന്ന് മാർക്ക് ചെയ്താൽ 3 to 4 ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ടോട്ടൽ കൂളിംഗ് ലോഡ് ആൻഡ് റൂം ഹീറ്റ് ഗെയിൻ. അപ്പോൾ ആ ഫിഗറിൽ ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഈ കൂളിംഗ് കോയിൽ കഴിഞ്ഞിട്ട് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ, ഇപ്പോൾ ബൈപ്പാസ് ഫാക്ടറൊന്നും തരാത്തതുകൊണ്ട് ഇവിടുന്ന് കൂളിംഗ് കോയിൽ കഴിഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കൂളിംഗ് കോയിൽ പുറത്തേക്ക് വന്നാൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 13 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചറിലായിരിക്കും എയർ കൂളിംഗ് കോയിലിന് എക്സിറ്റ് ആവുന്നത്. ആ 13 ഡിഗ്രി സെൽഷ്യസ് കണ്ടീഷൻ സ്പേസിലേക്ക് എത്തുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് 50% RH മാറും. ഇതിപ്പോൾ 13 ഡിഗ്രി സെൽഷ്യസ് 100% RH എക്സിറ്റ് ചെയ്തു. അത് ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഇത് 13 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എക്സിറ്റ് ചെയ്യണമെന്നില്ല. എന്താണ് കാരണം? നമുക്ക് ബൈപ്പാസ് ഫാക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അവിടെ ബൈപ്പാസ് നടക്കുന്നുണ്ട്, അതേ ടെമ്പറേച്ചറിൽ തന്നെ എക്സിറ്റ് ആവണമെന്നില്ല, കുറച്ച് ഹയർ ടെമ്പറേച്ചറിലേക്ക് എക്സിറ്റ് ആവുക. പക്ഷേ ബൈപ്പാസ് ഫാക്ടർ എന്നുള്ളൊരു സംഭവം ഈ ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് ബൈപ്പാസ് ഫാക്ടർ 0 ആയിട്ട്. ഓക്കെ, ബൈപ്പാസ് ഫാക്ടർ 0 ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് 13 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ എക്സിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന ഇത് കൂളിംഗ് കോയിൽ എൻ്റർ ചെയ്യുന്നത് 3-ലാണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത് 4-ലായിരുന്നു. അപ്പോൾ ടോട്ടൽ കൂളിംഗ് ലോഡ് വെച്ചാൽ 3 to 4. ഈ നമ്മളിത് ഇതിലൂടെ പാസ് ചെയ്യുന്ന H3-യും H4-ൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ഏത്? H3 H4-ൻ്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ ടോട്ടൽ കൂളിംഗ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ റൂം ഹീറ്റ് ഗെയിൻ, ഓക്കെ, അതവിടെ വെക്കുക. നമുക്ക് റൂം ഹീറ്റ് ഗെയിൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? H3 - H4. H3 എന്ന് കണ്ടു. H3 എന്ന് വെച്ചാൽ എത്രയാണ്? H3 നിങ്ങൾക്ക് കിട്ടുക ലൈക്ക് H3 വിൽ ബി അറൗണ്ട് 57.8 കിട്ടും കിലോ ജൂൾ പെർ കിലോഗ്രാം ഡ്രൈ എയർ. H4 എന്ന് വെച്ചാൽ H4 വിൽ ബി 36.8 ആയിരിക്കും കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ഇങ്ങനെ ടോട്ടൽ ലോഡല്ലേ, ടോട്ടൽ കൂളിംഗ് ലോഡ് എന്ന് വെച്ചാൽ ശരിക്കും H3 - H4 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. പക്ഷേ നമുക്ക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മാസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ബൈ നമുക്ക് സ്പെസിഫിക് വോളിയം V3 തന്നിട്ടുണ്ട്. അതായത് കൂളിംഗ് കോയിലേക്ക് എൻ്റർ ചെയ്യുന്ന വോളിയം എന്ന് വെച്ചാൽ കൂളിംഗ് കോയിലേക്ക് എൻ്റർ ചെയ്യുന്ന വോളിയം ക്യാപിറ്റൽ V3 എന്ന് എടുത്താൽ അത് 4500 എന്ന് തന്നിട്ടുണ്ട്. എൻ്റർ ചെയ്യുന്ന സ്റ്റേറ്റ് 3 ആയതുകൊണ്ടാണ് 3 എന്ന് എടുക്കുന്നത്. 4500 4500 meter cube per minute by V3 will be 0.869 and that value will be 5178 kilogram per minute ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കൂളിംഗ് ലോഡ് വിൽ ബി how much? Total cooling load will be 5178 mass into 57.8 minus 36.8 will be 108,738 എന്നായിരിക്കും യൂണിറ്റ്. കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്, കാരണം ഇത് കിലോഗ്രാം പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇത് കിലോ ജൂൾ പെർ മിനിറ്റിലേക്ക് മാറും.
ഇത്രയും കൂളിംഗ് ലോഡ് കിട്ടി. ഓക്കെ. ഇതെന്താ റൂം ഹീറ്റ് ഗെയിൻ. റൂം ഹീറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ലോഡിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് റൂം ഹീറ്റ് ഗെയിൻ. ബാക്കി എന്തായിരിക്കും? ബാക്കി ഫ്രഷ് എയറിൻ്റെ ലോഡാണ്. ഫ്രഷ് എയറിൽ എത്ര ഹീറ്റ് ഗെയിൻ ഉണ്ട്? ഇത് റൂമിലെ ഹീറ്റ് ഗെയിൻ. റൂം ഹീറ്റ് ഗെയിൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റൂമിൻ്റെ എയർ, മാസ് ഓഫ് റൂം എയർ ഇൻറ്റു റൂമിലെ എൻതാൽപ്പി ഡിഫറൻസ് വെച്ചാൽ റൂമിൽ 1 ഓക്കെ. ശരിക്കും റൂമിൻ്റെ കണ്ടീഷൻ 1 ആയിരുന്നു, അത് 2ലേക്ക് നമ്മളെ റൂമിൻ്റെ ഒറിജിനൽ കണ്ടീഷൻ ചിലപ്പോൾ 1 എന്നില്ല, പുറത്തത്തെ അതേ ടെമ്പറേച്ചറായിരിക്കും ഉണ്ടാവുക. നമുക്കത് നമ്മളെ ഇൻസൈഡ് കണ്ടീഷൻ എന്നില്ല 25-50ലേക്ക് മാറ്റിയാവേണ്ടത്. അപ്പോൾ ഇതാണ് റൂം ഹീറ്റ് ഗെയിൻ. H1 - H2 ആണ് അതിലൂടെ പാസ് ചെയ്യുന്ന എയർ. വെച്ചാൽ എത്രയാണ്? ഒരു മിനിറ്റ്. ഇതിൽ റൂം ഹീറ്റ് ഗെയിന് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഉണ്ടല്ലോ. ടോട്ടൽ ലോഡ് നമുക്ക് കണ്ടില്ലേ? ടോട്ടൽ കൂളിംഗ് ലോഡ് മൈനസ് ഫ്രഷ് എയറിൻ്റെ ലോഡ്. കാരണം ഫ്രഷ് എയറിൻ്റെ റൂം ഹീറ്റ് ഗെയിൻ്റെ സമ്മാണ് ടോട്ടൽ. അപ്പോൾ ഫ്രഷ് എയർ ലോഡ് കുറച്ചാൽ പോലെ. ടോട്ടൽ കൂളിംഗ് ലോഡ് കണ്ടിട്ടുണ്ട്. ഈ ഫ്രഷ് എയർ ലോഡ് എന്ന് വെച്ചാൽ ഫ്രഷ് എയർ ലോഡ് എന്തായിരിക്കും? ഫ്രഷ് എയറിൻ്റെ മാസ് ഓഫ് ഫ്രഷ് എയർ ഇൻറ്റു ഏതാണ്? ഫ്രഷ് എയർ എവിടെ നിന്നാണ് വരുന്നത്? ഔട്ട്സൈഡ് 1. ഫ്രഷ് എയർ എവിടെ എത്തുന്നത്? ഏത് കണ്ടീഷനിലേക്കാണ് എത്തുന്നത്? 2ലേക്കാണ് എത്തുന്നത് അല്ലേ? ഫ്രഷ് എയർ 1 വന്നിട്ട് അത് 2ലേക്ക്, ഇൻസൈഡ് കണ്ടീഷൻ 2ലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് അല്ലേ? അപ്പോൾ H1 - H2 എന്നുള്ള H1 - H2 1ൽ എൻ്റർ ചെയ്ത് 2ലേക്ക് മാറും. ഔട്ട്സൈഡ് കണ്ടീഷനിൽ ഇൻസൈഡ് കണ്ടീഷനിലേക്ക് അത്രയും ലോഡുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഫ്രഷ് എയർ എങ്ങനെയാണ്? എം ഫ്രഷ് എന്ന് വെച്ചാൽ 20% അല്ല വരുന്നില്ല, 20% ഓഫ് ടോട്ടൽ മാസ് MA. അതായത് 20% ഓഫ് എത്ര? MA എന്തായിരുന്നു? 5178 ആണ്. 5178. ഓക്കെ. അപ്പോൾ ഫ്രഷ് എയർ ലോഡ് എന്ന് വെച്ചാൽ 20/100 ഓഫ് 5178 ഇൻറ്റു H1 - H2. H1 എന്ന് വെച്ചാൽ 85, H2 എന്ന് വെച്ചാൽ 51 ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ 35,210 എന്ന് കിട്ടും, കിലോ ജൂൾ പെർ മിനിറ്റ്. അപ്പോൾ റൂം ഹീറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ ടോട്ടൽ ലോഡിൽ നിന്ന് ഫ്രഷ് എയർ ലോഡ്, ടോട്ടൽ ലോഡ് മൈനസ് FAL, അതായത് 108,738 മൈനസ് 35,210 ആൻഡ് റൂം ഹീറ്റ് ഗെയിൻ RHG ഈസ് ഈക്വൽ ടു 108 35 കുറച്ചാൽ 65 63 അല്ലേ? 73 അറൗണ്ട് 73,7300 അപ്രോക്സിമേറ്റ്. നിങ്ങൾ കറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോക്കുക. 7370 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ. ഇങ്ങനെയാണ് ഈ മിക്സിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഇവിടെ മിക്സിങ് ഈ 3rd പോയിന്റ് ഈസിലി ലൊക്കേറ്റ് ആയത് എന്താ വെച്ചാൽ നമുക്ക് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നുകൊണ്ടാണ് സ്റ്റേറ്റ് 3 ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്തത്. എന്നാൽ ഇത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ബെറ്റർ അത് ഫ്രഷ് എയർ 20%, മറ്റേ റീസർക്കുലേറ്റഡ് 80% പറഞ്ഞുകൊണ്ട് ഒരു 1:, ഇതിപ്പോൾ 20% to 80%, 1:4 അല്ലേ? 1:4 അല്ല, 1:3 കട്ട് ചെയ്താൽ മതി. കാരണം ടോട്ടൽ 4 പാർട്ട് ഉണ്ടെങ്കിൽ
ഒരു പാർട്ട് ടോട്ടൽ 5 പാർട്ട് 1:4. ഓക്കെ, 1:4 എന്നുള്ളൊരു റേഷ്യോയിൽ ഈ ലൈനിനെ കട്ട് ചെയ്താൽ മതി. ഇത് 1ഉം ബാക്കി പോർഷൻ 4ഉം വരുന്ന രീതിയിൽ അത് കട്ട് ചെയ്താൽ ഇത് 3 എന്നുള്ള പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അഡിയാബാറ്റിക് മിക്സിങ്ങിൻ്റെ M1/M2 = H1 - H2 H3 - H2 H1 - H2 അങ്ങനെയുള്ള കുറേ ഇക്വേഷൻസ് പഠിച്ചില്ലേ? അല്ലൊന്ന് ആലോചിക്കുക, അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നില്ല ചിന്തിക്കുക. ഓക്കെ, തൽക്കാലത്തേക്ക് ഈ സെഷൻ നമുക്ക് നിർത്താം. ഇനി കുറച്ചും കൂടെ ശരിക്കും ഡിസൈൻ ഓഫ് എയർ കണ്ടീഷനിലേക്ക് എത്തിയില്ല. നമ്മൾ എത്ര മാസം സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഏത് ടെമ്പറേച്ചറിൽ ഏത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലെ എയറാണ് നമ്മൾ കൂളിംഗ് ഒരു റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്, ആ റൂമിൻ്റെ ഇൻസൈഡ് ഡിസൈൻ കണ്ടീഷനിലേക്ക് സാധനത്തിന് മാറ്റാൻ വേണ്ടി. അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത ഒരു 2 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.